ഹലോ. ഇന്ന് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഏഷ്യയെക്കുറിച്ചാണ്. എൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഏഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ന്യൂറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഒരാൾക്ക് അത് എത്രത്തോളം സിവിയറായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ആൾ അതെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർനാഷണലി അപ്രൂവ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു റേറ്റിങ്ങിനകത്ത് അവർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെൻസറി ആൻഡ് മോട്ടോർ ഓർഗൻസ് ഈ ഒരു ഇഞ്ചുറിക്ക് ശേഷം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ റിയാക്ഷൻസ് കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ട് അവരത് റേറ്റ് ചെയ്യുക. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്പൈനൽ ഇഞ്ചുറി അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏഷ്യ സ്കെയിൽ എന്ന് പറയുന്നത്. ABCDE എന്നിങ്ങനെ 5 കാറ്റഗറി ആയിട്ടാണ് അവരത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏഷ്യ ഇ എന്ന് പറയുന്നത് ഏറ്റവും കുട്ടിയായിട്ട് സംഭവിച്ചിട്ടുള്ളതും ഏഷ്യ എ എന്ന് പറയുന്നത് ഏറ്റവും സിവിയർ ആയിട്ട് സംഭവിച്ചിട്ടുള്ളതുമായ കണ്ടീഷനാണ്. ഏഷ്യ എ ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ആ ആൾക്ക് എവിടെയാണോ ഇഞ്ചുറി സംഭവിച്ചത് ആ ലെവലിന് താഴോട്ടേക്ക് ആൾക്ക് മോട്ടറി ആൻഡ് സെൻസറി ഓർഗൻസ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അതായത് ആൾക്ക് ആളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആളെ തൊട്ടാൽ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഏഷ്യ എന്ന് പറയുന്ന ഏറ്റവും സിവിയർ ആയിട്ടുള്ള സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ കേസ്. ഇവിടെ എൻ്റെ കേസിൽ ഏഷ്യ തന്നെയാണ് വന്നിട്ടുള്ളത്.